ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2012 പുറത്തിറങ്ങിയ ചിത്രമാണ് എ റോയൽ അഫെയർ. ഒരു കിടിലൻ റൊമാൻറ്റിക് സ്റ്റോറിയാണ് ഈ ചിത്രം പറയുന്നത്. അതോടൊപ്പം ചൂടൻ രംഗങ്ങളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചിത്രം തുടങ്ങുമ്പോൾ ബ്രിട്ടനിലെ രാജകുമാരിയായ കരോലിൻ എന്ന കഥാനായികയെ കാണിക്കുന്നു. അവൾ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതുന്നതായി കാണിക്കുന്നു. അതിൽ അവൾ ചില സത്യങ്ങൾ ഇതുവരെ പറയാത്തതായി ഉള്ളത് വെളിപ്പെടുത്താനായി തയ്യാറെടുത്തു. തുടർന്ന് കാണിക്കുന്നത് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നതാണ്. ഹീറോയിൻ ഒരു കലാകാരി കൂടിയാണെന്ന് കാണിക്കുകയാണ്. പുസ്തകം എഴുത്താണ് അവളുടെ മെയിൻ ജോലി. അങ്ങനെയിരിക്കെ ഹീറോയിൻ ഡെൻമാർക്കിലെ ഒരു രാജാവിനെ വിവാഹം കഴിക്കാനായി തീരുമാനിക്കുന്നു. തുടർന്ന് അയാളെ വിവാഹം കഴിക്കാനിരിക്കവേ അവൾ എഴുതിയ പല പുസ്തകങ്ങളും ആ സംസ്ഥാനത്ത് നിരോധിച്ചതായി അവൾ അറിയുന്നു. ആ വാർത്ത ഹീറോയിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ശേഷം ഉടനെ തന്നെ അവിടുത്തെ രാജാവായ ക്രിസ്റ്റിൻ അവളെ വിവാഹം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് അവരുടെ ആദ്യ രാത്രിയിൽ അവൾ ഹീറോയിനെ ബലമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾക്ക് അതൊന്നും തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതോടെ തൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നതായി അവൾ സ്വയം വിലയിരുത്തി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ അവരുടെ സ്വകാര്യതയിൽ അരങ്ങേറാൻ തുടങ്ങി. അതൊക്കെ സഹിച്ചുകൊണ്ട് ഹീറോയിൻ പുറമേ സന്തോഷവതിയായി അവിടെ കഴിയുന്നു. ശേഷം താമസിക്കാതെ അവൾക്ക് ഒരു മകനും ജനിച്ചു. തുടർന്ന് മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയ ഹീറോയിൻ്റെ ഹസ്ബൻഡ് ആയ രാജാവ് പതിയെ അവരുടെ കിടപ്പുമുറി സന്ദർശനം അവസാനിപ്പിക്കുന്നു. അതോടെ അവർ തമ്മിലുള്ള അകൽച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു. ആ കാലത്താണ് രാജാവിൻ്റെ സ്വകാര്യ ഡോക്ടറായി ഒരാൾ അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു പേര് കേട്ട കുടുംബപാരമ്പര്യമുള്ള ഡോക്ടർ അവിടേക്ക് ജോലിക്കായി വന്നെത്തി. പക്ഷേ അയാളുടെ പിതാവിനെ കുറിച്ചുള്ള ഒരു രഹസ്യം അയാൾ രഹസ്യമായി തന്നെ അവിടെ സൂക്ഷിക്കുന്നു. ഡോക്ടറിൻ്റെ പോകെയുള്ള പ്രവർത്തനങ്ങളിൽ തൃപ്തി കൊണ്ട രാജാവിന് അവനിൽ വിശ്വാസവും സ്നേഹവും തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഡോക്ടർ രാജാവിൻ്റെ വിശ്വസ്തനായി മാറി. ആ ഇടയ്ക്കാണ് അവിടെ കുറച്ചുപേർക്ക് പകർച്ചവ്യാധികൾ പിടിപെടുന്നത്. എന്നാൽ ഡോക്ടറിൻ്റെ ചികിത്സ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും അവരെല്ലാം വേഗം സുഖം പ്രാപിക്കുന്നു. അതോടെ അയാൾ മറ്റുള്ളവരുടെ മുന്നിലും കൂടുതൽ ബഹുമാനിക്കപ്പെടുകയാണ്. അതോടെ ഇത്രയ്ക്ക് പോപ്പുലറായ ഡോക്ടറിനെ കുറിച്ച് ഹീറോയിനും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതോടെ അവർ പരിചയത്തിലേക്ക് എത്തുകയും ആ പരിചയം വളർന്ന് അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. രാജാവിൻ്റെ അകൽച്ചയിൽ ഹീറോയിൻ ആ ഡോക്ടറുമായി പലതവണ കാണാനും ആരും അറിയാതെ അവർ പലപ്പോഴും പരിപാടികൾ നടത്താനും തുടങ്ങുന്നു. ഈ രീതികൾ അവർക്കിടയിൽ ഒരു പതിവാകാൻ തുടങ്ങി. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഹീറോയിൻ വീണ്ടും ഗർഭിണിയാകുകയും തുടർന്ന് അവർ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിക്കുകയും ചെയ്തു. ശേഷം ഡോക്ടറിൻ്റെ ചില നിയമങ്ങൾ അവിടെ നടപ്പിലാക്കാൻ രാജാവിൻ്റെ സഹായത്തോടെ അവൻ ശ്രമങ്ങൾ തുടങ്ങുന്നു. തുടർന്ന് ഡോക്ടറും ഹീറോയിനും തമ്മിലുള്ള റൊമാൻസ് രാജ്യത്തുള്ള ചിലർ കാണുകയും അവരുടെ ഈ ബന്ധം അവർ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ രാജാവ് തൻ്റെ ഭാര്യ ഇത്രയും നാൾ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ദേഷ്യം പ്രകടിപ്പിച്ച അയാൾ അവരോട് രണ്ടുപേരോടും ക്ഷമിക്കാൻ തന്നെ തീരുമാനിച്ചു. മാത്രമല്ല തെറ്റ് തിരുത്തി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇനി മുതൽ നടക്കാനായി അയാൾ അവർ രണ്ടുപേരെയും ഉപദേശിച്ചു. തൻ്റെ ഉറ്റ സുഹൃത്തായി താൻ കാണുന്ന ഡോക്ടറിനെ രക്ഷിക്കാനായി രാജാവിന് അവരോട് ക്ഷമിക്കുക അല്ലാതെ മറ്റ് മാർഗം ഇല്ലായിരുന്നു. അതേ തുടർന്ന് ഡോക്ടറിൻ്റെ അധികാരപരിധിയെ രാജ്യത്തിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നവരും ചില പ്രജകളും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. മറ്റൊരു നാട്ടിൽ നിന്നും വന്ന അയാൾക്ക് അധികാരങ്ങൾ ഇത്രയൊക്കെ കൊടുത്തതിന് അവർ എല്ലാം എതിർപ്പ് കാട്ടുന്നു. രാജ്യത്തിൻ്റെ മുഴുവൻ അധികാരവും രാജാവ് ആരെതിർത്താലും ഡോക്ടറിന് കൈമാറുമെന്ന് മനസ്സിലാക്കിയ അവർ അത് തടയാനായി ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അതേ തുടർന്ന് ഹീറോയിന് ഡോക്ടറുമായുള്ള ബന്ധത്തിൽ ജനിച്ച കുഞ്ഞാണ് രണ്ടാമത്തെ കുഞ്ഞെന്ന് കണ്ടെത്തിയ എതിരാളികൾ ആ തെളിവുകൾ വച്ചും ഡോക്ടർ ഒരു ചതിയനാണെന്നും അവൻ ഹീറോയിനുമായി കൂട്ടുപിടിച്ച് രാജാവിനെ വകവരുത്താൻ പ്ലാനിംഗ് നടത്തുന്നുണ്ട് എന്ന് അവർ കള്ള തെളിവുകൾ ഉണ്ടാക്കുകയും ഈ വിവരം രാജാവിനെ അവർ ധരിപ്പിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ സർവ്വ നിയന്ത്രണവും കിട്ടാനായി രാജാവിനെ വധിക്കാനായി അവർ രണ്ടുപേരും ചേർന്ന് പദ്ധതി ഇടുന്നുവെന്നും അതിനാൽ രണ്ടുപേർക്കും ശിക്ഷ കൊടുക്കാനും രാജാവിനെ അവർ അറിയിക്കുന്നു. എന്നാൽ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നേരത്തെ തന്നെ പൊക്കിയ രാജാവിന് വിശ്വസിക്കാനായി മറ്റ് കാരണങ്ങളൊന്നും തന്നെ വേണ്ടായിരുന്നു. തുടർന്ന് ഹോഗ് എന്ന ഒരു അധികാരി ഇത്രയും വിവരങ്ങൾ രാജാവിനെ അറിയിച്ചതോടെ ഹീറോയിനെ വിലങ്ങ് വയ്ക്കാനും അവളെ നാട് കടത്താനുമായി രാജാവ് ഉത്തരവിട്ടു. കൂടാതെ ഡോക്ടറിനെ വധശിക്ഷ തന്നെ അയാൾ ആദ്യം വിധിച്ചു. തുടർന്ന് ഡോക്ടർ തൻ്റെ ഉറ്റ സുഹൃത്ത് ആണെന്ന ബോധം രാജാവിനെ വല്ലാതെ അലട്ടുകയും അയാൾക്ക് വിധിച്ച ശിക്ഷ മാറ്റാനായി ശ്രമിക്കുന്നു. എന്നാൽ ഈ വിവരം നേരത്തെ അറിഞ്ഞ ഹോഗ് എന്ന അധികാരി അടുത്ത രാജാവാകാനുള്ള മോഹം കാരണം
ഡോക്ടറിൻ്റെ വിധി ആ നിമിഷം തന്നെ നടപ്പാക്കുകയും അതോടെ ഡോക്ടറിൻ്റെ കഥ കഴിയുകയും ചെയ്തു. തുടർന്ന് ആ രാജ്യത്ത് ഡോക്ടർ വരേണ്ട പരിധിയിലേക്ക് ഹോഗ് എന്ന ആൾ വരികയും ഡോക്ടർ കൊണ്ടുവന്ന പല നിയമങ്ങളും അയാൾ അട്ടിമറിക്കുകയും ചെയ്തു. ശേഷം കഥ ഫ്ലാഷ് ബാക്കിൽ നിന്നും സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സീനിലേക്ക് വരുന്നു. ഹീറോയിൻ നാടുകടത്തപ്പെടുകയും 10 വർഷങ്ങൾ കഴിഞ്ഞാണ് തൻ്റെ 2 മക്കൾക്കും അറിയാനായി ആ കത്ത് എഴുതുന്നത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അവർക്ക് ആ കത്തെഴുതി. ഒപ്പം താൻ പതിയെ മരിക്കാൻ പോവുകയാണെന്നും ഉള്ള കാര്യം അവൾ മക്കളോട് കത്തിൽ എഴുതി ചേർത്തു. ശേഷം ഹീറോയിൻ്റെ മകൻ ഒരു അട്ടിമറിയിലൂടെ ആ രാജ്യത്തിൻ്റെ രാജാവാകുന്നു. ഒപ്പം ഡോക്ടർ കൊണ്ടുവന്നിരുന്ന പല നിയമങ്ങളും അവിടെ അവൻ വീണ്ടും കൊണ്ടുവരുന്നതായി കാണിച്ച് ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.